ശേഷഹരണ പരിശോധന അതായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു PSC പരീക്ഷയ്ക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫോർമുലയുണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടുള്ള കുറച്ച് കണക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സംഖ്യകൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ കുറച്ച് ഇക്വേഷൻസ് വരുന്നത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് ഒരു പരീക്ഷയ്ക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിന്ന് ഒത്തിരി പ്രോബ്ലംസ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും ഇതിന് ഏതെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ബോർഡിൽ സംഖ്യാരേഖയൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ. അതിനു മുന്നേ ഒരു കാര്യം, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? എല്ലാവർക്കും അറിയാം, ദശാംശ സമ്പ്രദായമാണ് അല്ലെ. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 0 അങ്ങനെ 10 അക്കങ്ങൾ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രീതിയെ നമ്മൾ പറയുന്നത് എന്താണ്? ദശാംശ സമ്പ്രദായം. ഇത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആവിഷ്കാരമാണ്. ഇന്ത്യയിലാണ് ഇത് വികസിച്ചത്. അതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലെ. 1957 ഇത് വന്നത്. പിന്നെന്താണ്? ഇൻഡോ അറബിക് സമ്പ്രദായം, അങ്ങനെ ഈ ദശാംശ സമ്പ്രദായം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സംഖ്യാരേഖ നോക്കാം. സംഖ്യാരേഖ വരച്ചിട്ടുണ്ട്. അതില് 0 സെന്ററിലാണ്. വലതുവശത്തേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ഇടതുവശത്തേക്ക് നെഗറ്റീവ് സംഖ്യകളാണ് അല്ലെ. ന്യൂനസംഖ്യകൾ, അതിസംഖ്യകൾ. ന്യൂനസംഖ്യകൾ നെഗറ്റീവ് നമ്പേഴ്സ്, അതിസംഖ്യകൾ പോസിറ്റീവ് നമ്പേഴ്സ്. നമ്മൾ 10th ലെവൽ എക്സാം ആണ് എഴുതുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് മലയാളം ആയിരിക്കും. അപ്പൊ മലയാളം ടേംസ് പഠിക്കുക. ഓക്കെ, അപ്പോ ഈ സംഖ്യാരേഖയില് 0-ത്തെക്കാട്ടിലും കുറവായ നമ്പേഴ്സ് ആണ് ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ്. 0-ത്തെക്കാട്ടിലും കൂടുതൽ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിസംഖ്യകൾ. ഓക്കെ, അപ്പോ നമുക്ക് പഠിക്കേണ്ടത് കേവല വില, അതായത് മോഡുലസ് ഓഫ് -a. ഒരു നെഗറ്റീവ് നമ്പറിന്റെ കേവല വില എഴുതുമ്പോൾ നെഗറ്റീവ് ചിഹ്നം മാറുന്നതായിരിക്കും. -a എന്താണ്? മോഡുലസ് ഓഫ് -a a ആയി മാറി. പോസിറ്റീവ് ചിഹ്നം നമ്മൾ സാധാരണ ഇടാറില്ല. ചിഹ്നം ഇടാതെയാണ് ഒരു നമ്പർ അല്ലെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് എന്നാണ് അർത്ഥം. അതെല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോ കേവല വില -യുടെ കേവല വില അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ എന്താണ്? a ആണ്. ഇനി നമുക്ക് എക്സാംസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഖ്യാരേഖയിൽ ഒരു നമ്പർ മുതൽ അടുത്ത നമ്പർ വരെയുള്ള അകലം, ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അതായത് -3 മുതൽ +2 വരെയുള്ള അകലം എത്ര, അല്ലെങ്കിൽ -2 മുതൽ +5 വരെയുള്ള അകലം എത്ര. അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മോഡുലസ് ഓഫ് a - b. അതായത് സംഖ്യാരേഖയിൽ a മുതൽ b വരെയുള്ള അകലം, അതിന്റെ ഇക്വേഷനാണ് മോഡുലസ് ഓഫ് a - b. a - b യുടെ കേവല വില. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സംഖ്യാരേഖയിൽ a മുതൽ b വരെയുള്ള അകലം എത്രയാണ്? മോഡുലസ് ഓഫ് a - b. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോ a ഇവിടെ -7 ആണ്, b ഇവിടെ 9 ആണ്. അപ്പോ മോഡുലസ് ഓഫ് a - b. അപ്പോ മോഡുലസ് ഓഫ് -7 - 9. കൊച്ചു ക്ലാസ്സിലൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചപ്പോ അതിന് നെഗറ്റീവ് പോസിറ്റീവ് അഡീഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. അപ്പോ -x -y എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? എക്സും വൈയും കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കും അല്ലെ. അപ്പോ എന്താണ്? മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇതാണ് രണ്ട് നമ്പേഴ്സിന്റെ ചിഹ്നം മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇപ്പോ -7 - 9. 7 + 9 എത്രയാണ്? 16 അല്ലെ. അപ്പോ മോഡുലസിനകത്താണ് നമ്മളിപ്പോ ചെയ്യുന്നത്. -16. എന്താണ് ചെയ്തത്? രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ് മോഡുലസിനകത്ത്. അപ്പോ അത് രണ്ടും കൂടെ ആഡ് ചെയ്തു നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ കേവല വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് എന്താവും? പോസിറ്റീവ് ആവും. =16. അപ്പോ എത്രയാണ്? സംഖ്യാരേഖയിൽ -7 മുതൽ 9 വരെയുള്ള അകലം എത്രയാണ്? 16 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. -40 മുതൽ 25 വരെയുള്ള അകലം എത്ര? എങ്ങനെയാണ്? സെയിം ഫോർമുല തന്നെ. -40 - 25. കണ്ടല്ലോ.
മനസ്സിലായല്ലോ. ഇക്വേഷൻസ് ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, അങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇക്വേഷൻ എന്താണ്? n × n + 1/2. ഈ ഇക്വേഷൻ മറക്കരുത്. ഇതില്ലാത്ത എക്സാംസ് ഇല്ല. മിക്ക എക്സാംസിന് ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ n × n + 1/2 ആണ് ഫോർമുല. സിമ്പിൾ ആണ്. ഈ ഫോർമുല മറക്കരുത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഓക്കെ, ആ നമ്പർ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ n എത്രയാണ്? 100. n + 1, അപ്പോ 101. n × n + 1 ആണ്. ബൈ 2. നമുക്ക് വെട്ടാമല്ലോ. എത്ര? 50. 50 × 101. ആൻസർ 5050 എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ ഒത്തിരി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചവർക്കറിയാം, അവർക്ക് ഈ ആൻസർ തന്നെ കാണാൻ പാടുമാണ്. 5050. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഈ ആൻസർ കിട്ടി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. അതും എങ്ങനെയാണ്? സെയിം. n 10 ആണ്. 10 × 11/2 എത്രയാണ്? 55. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2013 LDC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ്? 105. അപ്പൊ ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 105 എന്ന് പറയുന്നത് എന്താണ്? n × n + 1/2 നമ്മുടെ സം ആണ് അല്ലെ? അതാണ് 105. ഇതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാം. n × n + 1 ഈക്വൽസ് 105 × 2. അപ്പൊ എത്രയാണ്? 210. അപ്പോ n × n + 1 ചെയ്യുമ്പോൾ നമുക്ക് 210 എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നാ പറയുന്നത്. ആദ്യം 15 എടുക്കാം. n 15 ആണോ എന്ന് പരിശോധിക്കാം. 15 × n + 1 16. 15 × 16 ചെയ്യുമ്പോൾ 240 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 210 അല്ല നമുക്ക് കിട്ടിയത്. അപ്പൊ 15 അല്ല. അടുത്തത് തന്നിരിക്കുന്ന ഓപ്ഷൻ 12 ആണ്. 12 × n + 1 വരുമ്പോ 13. അത് ചെയ്തൊന്നും നോക്കണ്ട, കാരണം വൺസ് പ്ലേസിൽ 0 ആണ് വരേണ്ടത്. 12 13 ചെയ്യുമ്പോൾ എന്തായാലും വൺസ് പ്ലേസ് 0 വരാൻ പോകുന്നില്ല. അടുത്തത് എന്താണ്? 14. 14 × 15. നിങ്ങൾ അവിടെ ചെയ്ത് നോക്കൂ. എനിക്ക് 14 × 15 ചെയ്തപ്പോ എത്രയാണ് കിട്ടിയത്? 210 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോ എന്താണ്? 14 ആണ് നമ്മുടെ n. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ മെത്തേഡ് എന്താണ്? ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് ആണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സം ഉണ്ടല്ലോ, അത് n × n + 1/2 ഈക്വൽസ് ദാറ്റ് സം എന്ന് എഴുതിയിട്ട് ഇക്വേറ്റ് ചെയ്യണം. 2നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ n × n + 1 കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കണം. എന്നിട്ട് ആ n ഓരോ നമ്പറും ആ n-ന്റെ പരിശോധിച്ച് നോക്കണം. ഫസ്റ്റ് എന്താണ്? n നമ്മൾ 15 ആണോ എന്ന് നോക്കി. 15 × 16 240 എന്നാണ് കിട്ടിയത്. പിന്നെ അടുത്തത് 12 ആണോ എന്ന് നോക്കി. 12 × 13 എന്തായാലും 210 വരത്തില്ല. അടുത്തത് 14. 14 × 15 ചെയ്തപ്പോ എത്ര കിട്ടി? 210. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോ നമ്മുടെ ആൻസർ 14 ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പഠിക്കുക. നേരത്തെ പഠിച്ച ഇക്വേഷൻ പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? വർഗം എന്ന് വെച്ചാൽ സ്ക്വയർ. ഓക്കെ, വർഗം മലയാളം ടേമാണ്. സ്ക്വയറിന്റെ മലയാളം ടേമാണ് വർഗം. അപ്പൊ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, അതിന്റെ ഇക്വേഷൻ n × n + 1 × 2n + 1/6. അപ്പൊ ന്യൂമറേറ്ററിൽ 3 ടേംസ് ആണുള്ളത്. n × n + 1 എന്താ നമ്മൾ മുന്നേ പഠിച്ചത്, അതും ഉണ്ട്. പിന്നെ എന്തും കൂടിയുണ്ട്? 2n + 1 കൂടി ഉണ്ട്. അപ്പൊ ന്യൂമറേറ്ററിൽ എന്തൊക്കെയാ ഉള്ളത്? n × n + 1 × 2n + 1. ഇനി ഡിനോമിനേറ്ററിൽ 6. അപ്പൊ ഓർത്ത് വെക്കുക, ന്യൂമറേറ്ററിൽ n × n + 1 × 2n + 1 ഡിനോമിനേറ്ററിൽ 6.
ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ തുക, വർഗങ്ങളുടെ തുക. അപ്പൊ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം n എഴുതി, 8 ഇൻറ്റു n+1 9. ഇനി 2n+1 ആകുമ്പോൾ 2 × 8 16 +1 17 ഡിവൈഡഡ് ബൈ 6. നിങ്ങൾ ചെയ്ത് നോക്കണം. എനിക്ക് ആൻസർ 204 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക, സ്ക്വയർ, 8 സ്ക്വയേഴ്സിന്റെ സം എത്രയാണ്? 204. ഇനി അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ്. ഓക്കെ, അപ്പൊ സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ n എത്രയാണ്? 10 ആണ്. അപ്പൊ എങ്ങനെ വരും? 10 × 10 n+1 11 × 10 × 2 20 +1 21 ഡിവൈഡഡ് ബൈ 6. നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ എനിക്ക് 385 എന്നാണ് കിട്ടിയത്. അപ്പൊ ആൻസർ എത്രയാണ്? 385. ഓക്കെ, അപ്പൊ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. അടുത്തത് n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് വന്നിട്ട് അതിന്റെ ഫോർമുല n × n+1/2 ദ ഹോൾ സ്ക്വയർ. n × n+1/2 എന്താണ്? n എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ, അതിന്റെ സ്ക്വയർ എടുത്താൽ മതിയാവും, അതിന്റെ വർഗം കണ്ടാൽ മതിയാവും. n × n+1/2 സ്ക്വയർ കാണാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 2 സ്ക്വയർ എന്താണ്? 2 × 2. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കില്ലേ? എന്നാലും ഇതൊന്നും ടച്ച് ഒന്നും ഇല്ലാതെ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുറച്ചു പേരെങ്കിലും ഒക്കെ കാണാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇത് എങ്ങനെയാണ് സ്ക്വയർ കാണുന്നത്? അപ്പോ n × n+1/2 ദ ഹോൾ സ്ക്വയർ ആണ് n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. അപ്പൊ നമുക്ക് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയൊക്കെ കണ്ടുപിടിച്ചാലോ? n ന് 10 എന്ന് കൊടുക്കാം. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. 10 × 10+1 11/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെ ചെയ്യും? ഇത് രണ്ടും കൂടെ വെട്ടാലോ? 5 × 11 എത്രയാണ്? 55. 55 × 55 3025 എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. 3025 എന്നാണ് ആൻസർ വരുന്നത്. ഇതുപോലെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. അപ്പൊ 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്രയാണ്? n × n+1/2 ദ ഹോൾ സ്ക്വയർ. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ഫോർമുല അതിനകത്ത് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. രണ്ടാമത്തെ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കണം. ഏതാണ്? സ്ക്വയേഴ്സിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക എന്താണ്? n × n+1 × 2n+1/6. അത് കുറച്ചും കൂടി നീളമുണ്ട്. ഇത് അത്രയില്ല. ഇത് ജസ്റ്റ് ആ സ്ക്വയറും കൂടെ ഇതിനകത്ത് ആ n × n+1/2 സ്ക്വയറും കൂടി വരും. അത്രയേ ഉള്ളൂ. അപ്പോ ഈസി അല്ലേ? ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യരുത് ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ പഠിക്കുന്നത് അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ്. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് വരുമ്പോൾ അതിനകത്ത് 0യും കൂടെ ഉൾപ്പെടും. ആദ്യം നമ്മൾ എണ്ണൽ സംഖ്യകളാണ് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതിലൊക്കെ 1 2 3 അങ്ങനെയാണ് പോകുന്നത്. ഇതിൽ 0 മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ 0 തൊട്ട് അങ്ങോട്ടുള്ള നമ്പേഴ്സിനെ എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്നാണ് പറയുന്നത്, ഹോൾ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക എത്രയാണെന്നാണ്. അതിന്റെ ഇക്വേഷനാണ് പഠിക്കുന്നത്. അതെന്താണ്? n × n-1/2. ആദ്യത്തേത് n × n+1/2 അല്ലായിരുന്നോ? ആ പ്ലസ് അങ്ങ് മാറ്റുക. n × n-1/2 ആണ് ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര കിട്ടും? നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 20 × 20 - 1 എത്രയാണ്? 19/2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 190 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0 മുതൽ 50 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ഇത് കണ്ടോടനെ ചാടിക്കേറി n 50 ആണെന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ 50 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്.
ചോദ്യം 0 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ്. അപ്പൊ ഇവിടെ n 51 വരും. 1 മുതലായിരുന്നെങ്കിൽ ഓക്കെ 50 സംഖ്യ വന്നേനെ. പക്ഷെ ഇവിടെ 0 മുതലാണ് അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത്. അപ്പൊ 0 കൂടെ വരുമ്പോ 51 സംഖ്യകളാകും. അപ്പൊ n എത്രയാണ്? 51. ഓക്കെ, അപ്പൊ 51 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? ഇത് 25. അപ്പോ ആൻസർ 1275 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 2 ടൈപ്പാണ് കണ്ടത്. ആദ്യം എന്താണ്? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് n ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോ 0 to 50. അപ്പൊ അവിടെ n 50 അല്ല, എന്താണ് 0യും കൂടെ കൂട്ടി 51 ആണ് n-ന്റെ വാല്യൂ. അപ്പൊ എത്രയാണ്? 51 ഇൻറ്റു n-150 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഉത്തരം 1275 എന്ന് കിട്ടി. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒരു മീറ്റിംഗിൽ 10 പേര് പങ്കെടുത്തു. അപ്പോ ആ 10 പേര് തമ്മിൽ ഹസ്തദാനം നൽകുന്നു. ആകെയുള്ള ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ഈ ക്വസ്റ്റ്യന് നമ്മുടെ അഖണ്ഡ സംഖ്യകളുടെ തുക ഉണ്ടല്ലോ, ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ അഖണ്ഡ സംഖ്യകളുടെ തുക എന്നുള്ള ആ ഫോർമുല അതേപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഹസ്തദാനം. ടോട്ടൽ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n×n-1/2. ഇതും കൂടെ ഇതിനൊപ്പം തന്നെ പഠിക്കുക. ഓക്കെ, ഒരു മീറ്റിംഗിൽ 10 ആളുകൾ ഹസ്തദാനം നൽകിയാൽ ആകെ ഹസ്തദാനങ്ങളുടെ തുക എത്ര? അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 10×9/2 എത്ര കിട്ടി? 45 അല്ലേ? അപ്പൊ ആകെ ഹസ്തദാനങ്ങളുടെ തുക എത്രയാണ്? 45. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. അടുത്തത് ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ എല്ലാവർക്കും അറിയാം അല്ലേ? 1, 3, 5 അങ്ങനെ തുടങ്ങുന്നതൊക്കെ ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്താണ്? n² ആണ്. സിമ്പിൾ ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാം. 12 ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക സിമ്പിൾ ആണ്. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. എപ്പോഴും മാത്സിൽ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങോട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് അത് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2² 4, 3² 9, 4² 16 അങ്ങനെ 30 വരെയുള്ള സ്ക്വയർ എല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 17 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 17 വരെയുള്ള. ഇവിടെ ചാടി കയറി 17ന്റെ സ്ക്വയർ എഴുതരുത്. ആദ്യത്തെ 17 എന്നല്ല. n അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരണം. ആദ്യത്തെ n സംഖ്യകളുടെ, അങ്ങനെയല്ലേ ഫോർമുല? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് n². പക്ഷെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് 17 വരെയുള്ള. എപ്പോഴും എക്സാം ഹോളിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചാടി കയറി നമ്മൾ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് കളയരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ 17 വരെയുള്ള. അപ്പൊ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. അപ്പോ ഇന്ന സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ n കണ്ടുപിടിക്കാൻ ആ സംഖ്യയും +1/2 അത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കുള്ള n കിട്ടും. ഒന്നുകൂടി പറയാം. 17 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് n എന്ന് പറയുന്നത് 17 + 1/2. ഇവിടുത്തെ n എത്രയാണ്? 17 + 1/2 എത്രയാണ്? 18/2. അപ്പൊ എത്ര കിട്ടി? 9 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഇവിടുത്തെ എത്രയാണ്? n എത്രയാണ്? 9. ഇനി സിമ്പിൾ അല്ലേ? n². 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. ഓക്കെ, അപ്പൊ ചാടി കയറി ആരും ഫോർമുല അപ്ലൈ ചെയ്യരുത്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കണം. ഇവിടെ n 17 അല്ല, 17 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ n കണ്ടുപിടിക്കാൻ എത്ര വരെയാണോ ആ സംഖ്യ ഇങ്ങോട്ട് എടുക്കണം. അതിനൂടെ 1 കൂട്ടണം, ഡിവൈഡഡ് ബൈ 2. അപ്പോഴേ നമ്മുടെ n കിട്ടത്തുള്ളൂ. 17 വരെയുള്ള ഒറ്റ സംഖ്യകളാണെങ്കിൽ 17 + 1/2 എത്രയാണ്? 18/2 9. n² എത്ര വന്നു? 81. അതാണ് ആൻസർ. ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. 50ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിക്കണം, 50ൽ താഴെയുള്ള. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്താണ്
ഉദ്ദേശിക്കുന്നത്. 50 താഴെ എന്ന് പറയുമ്പോൾ 49 വരെ. ഓക്കെ, 49 വരെ. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു ഇത്ര നമ്പർ വരെ എന്ന് തന്നിരുന്നാൽ നമുക്ക് n കണ്ടുപിടിക്കണം അല്ലെ. അതിന്റെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നായിരുന്നു. 49ന്റെ കൂടെ എത്ര 1 കൂട്ടണം, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. അതായത് 50/2 എത്രയാണ്? 25. അപ്പൊ നമ്മുടെ n എത്രയാണ്? 25 ആണ് അല്ലെ. അപ്പൊ ഇനി സിമ്പിൾ അല്ലേ? 25ന്റെ സ്ക്വയർ നമുക്ക് n കിട്ടിക്കഴിഞ്ഞു. ഇനി 25ന്റെ സ്ക്വയർ എടുക്കുമ്പോ നമുക്ക് ആൻസർ കിട്ടി. 25ന്റെ സ്ക്വയർ 625 ആണ്. അപ്പോ ഇതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 50ൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. 50ൽ താഴെ എന്ന് പറയുമ്പോൾ എത്ര വരെ? 49 വരെ. അപ്പൊ 49 വരെ എന്ന് പറയുമ്പോൾ n 49 അല്ല. ഇനി നമ്മൾ n കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? 49 + 1/2. അപ്പൊ 49 + 1 50 ആണ്. ബൈ 2 ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. നമ്മുടെ n കിട്ടിക്കഴിഞ്ഞു. ഇനി തുക കണ്ടുപിടിക്കാൻ n². അപ്പൊ n² എത്രയാണ്? 25ന്റെ സ്ക്വയർ 625. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. n² തന്നിട്ടുണ്ട്, അതായത് തുക തന്നിട്ടുണ്ട് 100. ഒറ്റസംഖ്യകളുടെ തുക 100 എന്ന് തന്നിട്ടുണ്ട്. 100 ആണ് തുക. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം. അങ്ങനെ എന്താ ചെയ്യും? n² നമുക്ക് തന്നിട്ടുണ്ട് 100 എന്ന്. n കണ്ടുപിടിക്കാൻ അതിന്റെ സ്ക്വയർ റൂട്ട്, വർഗമൂലം, സ്ക്വയർ റൂട്ട്. 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10. കാരണം 10 × 10 ആണ് 100. അപ്പൊ നമുക്ക് n കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ n 10 എന്ന് കിട്ടി. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. 50ൽ താഴെ എന്ന് പറയുമ്പോൾ 49 വരെ. അപ്പൊ നമ്മൾ n കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 100 എന്ന് തന്നിട്ടുണ്ട്. എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 100? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ഈ 100 എന്ന് പറയുന്നത്? നമ്മുടെ n² ആണ്. n² = 100 എന്ന് എഴുതണം. ഇനി അതിൽ നിന്ന് n കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് വർഗമൂലം, സ്ക്വയർ റൂട്ട് ഓഫ് 100. സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. അടുത്തത് നമ്മൾ ഇരട്ട സംഖ്യകളെ കുറിച്ചാണ് നോക്കുന്നത്. 2, 4, 6, 8 അങ്ങനെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. അത് വന്നിട്ട് n × n+1 ആണ്. എന്താണ്? n × n+1 ആണ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. ഓഡ് നമ്പേഴ്സിൽ വന്നിട്ട് n × n ആയിരുന്നു. അതായിരുന്നു n² അല്ലെ. അതെന്താണ്? ഓഡ് നമ്പേഴ്സ്. ഇവിടെ ആണെങ്കിലോ n × n+1 കൂടെ ഉണ്ട്. അത് മനസ്സിലായല്ലോ. അപ്പൊ അതെന്താണ്? ഈവൻ നമ്പേഴ്സ്. അതാണ് ആ ഒരു വ്യത്യാസം. ആദ്യം n × n n² ആയിരുന്നു. ഇവിടെ n × n+1. n² വന്നിട്ട് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, n × n+1 വന്നിട്ട് ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക. 15 ആണ് ഇവിടെ n അല്ലെ. അപ്പൊ 15 × 16. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത്? നിങ്ങൾ ചെയ്ത് നോക്കുക. 240. ഓക്കെ, ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? 240 എന്ന് കിട്ടി. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയുവാണ്. ഈ ഫോർമുലകളൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്നത്, സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മോഡുലസ് ഓഫ് a - b. അതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സംഖ്യാരേഖയിൽ a മുതൽ b വരെയുള്ള അകലം എത്ര എന്ന് ചോദിച്ചാൽ മോഡുലസ് ഓഫ് a - b. a - b യുടെ കേവല വില കണ്ടുപിടിക്കണം. അടുത്തത് n × n+1/2. ഇതിന്റെ ക്വസ്റ്റ്യനോ അത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അതിന്റെ ഇക്വേഷനാണ് n × n+1/2. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ n എണ്ണൽ സംഖ്യകളുടെ തുക. അടുത്തത് n × n+1 × 2n+1/2. അതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് n × n+1 × 2n+1/2. അടുത്തത് n². ഇതെന്താണ്? ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ തുക. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ തുകയാണ് n². അടുത്തത് നോക്കിക്കേ, n × n+1. അത് വന്നിട്ട് ആദ്യത്തെ n ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുകയാണ് n × n+1. അടുത്തത് n × n-1/2. ഇതിന് രണ്ട് ഉപയോഗമുണ്ട് ഈ ഫോർമുലയ്ക്ക്. ഒന്ന്, ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ.
ഫസ്റ്റ് n ഹോൾ നമ്പേഴ്സിന്റെ സമ്മാണ് n ഇൻറ്റു n പ്ലസ് 1/2 അത് ഒരെണ്ണം. പിന്നെ എന്താണ്, ആകെയുള്ള ഹസ്തദാനങ്ങളുടെ എണ്ണം, അതിന്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്, n ഇൻറ്റു n മൈനസ് 1/2 ആണ്. ഓക്കെ, അപ്പൊ n ഇൻറ്റു n മൈനസ് 1/2 രണ്ട് ഉദ്ദേശമുണ്ട്, രണ്ട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്, ആദ്യത്തെ n ഹോൾ നമ്പേഴ്സിന്റെ സമ്മ്, പിന്നെ എന്താണ്, ആകെ നടത്തിയ ഹസ്തദാനങ്ങളുടെ എണ്ണം. അപ്പൊ ഇതൊക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്, ഒഴിവാക്കരുത്, മറന്നു പോകാതെ തന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത്രയും ഒന്നും കൂടി നോക്കിയിട്ടേ പോകാവൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.